ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തൃത്തല പട്ടിത്തറ കൂമൻതോട് പാലം സൈഡ് ഭിത്തി നിർമ്മിക്കുന്നത് ഗാബിയോൺ ഗേജ് സാങ്കേതിക വിദ്യയിൽ. ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിലാണ് ഇതിനു മുൻപ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. പ്രളയത്തെ തുടർന്നാണ് കൂമൻതോടിന് സമീപത്തെ കൊടുംവളവിൽ പാർശ്വഭിത്തിയും റോഡിന്റെ ഒരു ഭാഗവും തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരേ ഭാഗത്ത് കൂടെ കടന്നു പോകേണ്ട സ്ഥിതിയായി. ഇപ്പോൾ തകർന്ന ഭാഗത്ത് 26 മീറ്റർ നീളത്തിലാണ് പാർശ്വഭിത്തി നിർമ്മിക്കുന്നത്. ഗാബിയോൺ ഗേജ് സാങ്കേതിക വിദ്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കൂമൻതോട് സൈഡ് ഭിത്തി നിർമ്മാണം മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. 45 ദിവസത്തിനുള്ളിൽ നിർമ്മാണം നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതുപോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ്. ഇപ്പോൾ 38 ദിവസമായിട്ടുള്ള ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. വണ്ടി പോകാവുന്ന നിലയിലാവും. അതായത് 4 മാസം കരാർ കാലാവധിയുള്ള 120 ദിവസം കരാർ കാലാവധിയുള്ള ഒരു വർക്ക് 45 ദിവസമാകുമ്പോഴേക്കും ഗതാഗത യോഗ്യമാക്കി മാറ്റും. കിഫ്ബി ഫണ്ടിൽ നിന്നും 51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം, കുമ്പിടി, തൃത്താല, പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.